സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റൊക്കെ ആയിട്ട് നിർമ്മലാജിനി, സംസ്ഥാന സെക്രട്ടറി നമ്മുടെ രതീഷാജി, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ദീനാസണ്ണി, പിന്നെ നമ്മുടെ സംസ്ഥാന ട്രഷററായിരിക്കുന്ന സെനി ജോർജ്, മുൻ മുനിസിപ്പൽ കൗൺസിലർ വിജി ജോജോ, നമ്മുടെ ഇവിടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോബിൻ സാറ്, പിന്നെ നമ്മുടെ സാറ്, ബിജു സാറ്, പിന്നെ മായ പ്രദീപ് സെക്രട്ടറി, പിന്നെ എൻ്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്ന എനിക്ക് കൂട്ടായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി വരാമെന്ന് പറഞ്ഞത് പുള്ളിക്കാരി അടിയന്തരമായിട്ട് എന്തോ ആവശ്യം വന്നതുകൊണ്ട് പുള്ളിക്കാരി ജില്ലാ സെക്രട്ടറി പോയത് കാരണം എനിക്കൊരു കൂട്ടായിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അന്നമ്മയിൽ നിന്നാണ് പേര്. അന്നമ്മയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളും എനിക്കറിയാം, കുറച്ച് പേരെ മാത്രമുള്ള കണ്ടിട്ട് പരിചയമില്ല. ബാക്കി എല്ലാവരും ഈ സമയത്ത് അക്കടെ കുറേ ഇരിക്കുന്ന ചേട്ടന്മാരെ സമയമില്ലാത്ത പോലെ ഈ 10 മണിക്ക് രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം വിട്ട് തിരക്കുള്ള സമയം പോലും കളഞ്ഞ് ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ നിയോജകമണ്ഡലം കമ്മിറ്റികളിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഇവിടെ നമ്മുടെ അധ്യക്ഷ പറഞ്ഞത് ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പക്ഷെ പാലായിൽ നിന്നും കൂടുതൽ ആൾക്കാർ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എല്ലാവർക്കും പനികളും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പഞ്ചായത്തിൽ കഴിഞ്ഞ് നടക്കുന്നു. എന്നാലും ഇത്രയും പേര് വന്നതിന് സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ നമ്മുടെ ഇലക്ഷൻ ഇനി വന്നു, ഓരോ ദിവസവും ആള് മറ്റുന്നൊരു സ്പീഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലാ നമുക്ക് പിടിച്ചെടുക്കണം, നമുക്ക് പിടിച്ചെടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജോസ് കെ മാണി സാർ എനിക്ക് വെച്ചേർപ്പാണ്. ജോസ് കെ മാണി സാറൊക്കെ ഒത്തിരി നമ്മുടെ നേതാക്കന്മാരൊക്കെ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തുഴയാൻ നമ്മളൂടെ ഉണ്ടെങ്കിൽ ആ വള്ളം സ്പീഡിൽ പോകത്തുള്ളൂ. അപ്പോൾ ആ വള്ളം തുഴയാനായിട്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്നെങ്കിൽ മാത്രമേ ആ വള്ളം തുഴഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷിൽ എത്തിച്ചേരത്തില്ല. അതിന് ഇന്ന് വർഷം അതിനാണ് അടിയന്തരമായിട്ട് നിയോജകമണ്ഡല കമ്മിറ്റി എത്രയും പെട്ടെന്ന് വിളിച്ചുകൂട്ടി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി തന്നെ നമ്മൾ മാത്രം കൂടിയാൽ മതി. പക്ഷെ അവരോട് അറിയണം, അവരോട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നിങ്ങളെയൊക്കെ ഒന്ന് വീട്ടിൽ നടത്തിവിടാനും അതിനൊരു ഉത്സാഹം കൊടുത്തുള്ളൂ. പ്രത്യേകം അവിടുന്ന് ചെയർമാൻ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ജില്ലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനം എടുക്കുന്ന എല്ലാവരും ഈ കമ്മിറ്റിക്ക് വേണം. നമ്മുടെ സ്ത്രീകൾ മാറ്റം പറഞ്ഞ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ട് പോകും. അവർക്ക് ആ ചൂട് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരോടെ ചോദ്യം തരും, നിങ്ങൾ മീറ്റിംഗിൽ ഇല്ലായിരുന്നോ, നിങ്ങളൊക്കെ കേട്ടതല്ലേ എന്നൊക്കെ ഇവരോടെ ചോദിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇച്ചിരി ഒരാഴ്ച കൊടുക്കും. അപ്പോൾ ഇതൊരു പാർട്ടി പ്രവർത്തിച്ചോളും, ആ കൂട്ടത്തിൽ നമ്മളും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കണം. അപ്പം നമുക്ക് വിജയം കണ്ടെത്തണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയാണ്. സ്ത്രീകൾക്ക് സംവരണം കൂടുതലാണെന്ന് നമ്മൾ അഹങ്കരിച്ച് നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ സംവരണം കൂടുതൽ ഒരു കാര്യമില്ല. സ്ത്രീകൾക്ക് അക്രമങ്ങൾ കൂടുതലുള്ള നേരത്തെ നമ്മൾ കൂടുതൽ ശക്തി പ്രാപിച്ച് നമുക്ക് വിജയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അതിനെയൊക്കെ നേരിടാൻ പറ്റുള്ളൂ. അപ്പം പുതുതായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥാനാർത്ഥിയാൻ പറ്റുന്നില്ല. പലരും പ്രവർത്തിച്ച് ഞങ്ങളൊക്കെ വർഷങ്ങളായി പറയുന്നത് ഇതിനെക്കുറിച്ച് ചോദിച്ചറിയാം. ഞങ്ങളൊക്കെ കുഞ്ഞുനാൾ മുൻനില ഇരിക്കുമ്പോൾ ഞാനൊക്കെ കുറേ ഇങ്ങനെ പ്രവർത്തിച്ച ആളാണ്. ഇപ്പം നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റായിട്ടൊക്കെ നമ്മൾ കയറി വന്നു. അതുപോലെ നിങ്ങൾ ഈ നിലയിരിക്കുന്നവരൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ മാറി ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ നിലയിലേക്ക് കയറി വരികയാണ്. അപ്പം ഇപ്പം നമുക്ക് പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് ഓരോ നമ്മുടെ പഞ്ചായത്തിലൊക്കെ നിന്ന് സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പ്രവർത്തിച്ച് വന്നാൽ ഇവർക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇങ്ങനെയുള്ള കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളെ മുൻനിരയിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും പരിശ്രമിച്ച് നമ്മുടെ ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടാണ് നമ്മുടെ സീറ്റുകളെല്ലാം നമുക്ക് ഇത്തരത്തിൽ സീറ്റുകൾ നിയമനം തന്നിട്ടുണ്ട്. ആ സീറ്റുകളെല്ലാം നമ്മൾ പിടിച്ചടക്കി നമുക്ക് വിജയം ഒരു പാടിക്കാൻ ഇന്നുകൂടി പരിശ്രമിച്ചെങ്കിൽ നമ്മൾ എല്ലാവരും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വാടിക്കൂടൊക്കെ ഞങ്ങളുടെ എല്ലാവരും ഓട്ടമാണ് ഭയങ്കര എല്ലാവരും നിൽക്കുവാണ്. അവർ ആരും വോട്ട് ചെയ്യാൻ കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും മെമ്പർമാർ അതുപോലെ കിടന്ന് ഓടുവാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. അപ്പം നമുക്ക് ഓട്ടം ആരംഭിക്കാം. നമ്മൾ ഒട്ടും മുന്നോട്ട് പോകണ്ട, നമുക്ക് ഓടി നല്ല വിജയത്തിൽ എത്തിക്കണം. നിങ്ങളെല്ലാവരും കൂടെ കാണണം. മെമ്പർമാരുടെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പം എന്തൊക്കെയാണ് സംശയം വരുന്നത്? ഇപ്പം നിങ്ങളുടെ ഇവിടെ നിയോജകമണ്ഡലത്തിൽ എൻ്റെ ആവശ്യത്തിന് എന്നെ വിളിച്ചാലും ഞാൻ വരാം. എവിടെ കണ്ടിട്ടും ഞാൻ ഇപ്പം നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ എല്ലാത്തിനും ഞങ്ങളെല്ലാം ഉണ്ട് സഹായിക്കുന്നത്. അപ്പം നമ്മുടെ പാർട്ടിയെ വിജയിപ്പിക്കുക നമ്മുടെ ചുമതലയാണ്. അപ്പം പാർട്ടിയെ വിജയിപ്പിക്കണമെങ്കിൽ ഇപ്പം മെമ്പറൊക്കെ ആയി കഴിയുമ്പോൾ പലരെയും ഈ നമ്മുടെ മീറ്റിങ്ങിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരക്കാം. അപ്പം ഞാനൊക്കെ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് മെമ്പർ ആവുന്നതിന് മുമ്പ് വെള്ളപ്പേപ്പറെ ഞങ്ങളൊക്കെ എടുത്തു പോലും പാർട്ടിയുടെ മീറ്റിംഗ് എപ്പം വെക്കുന്നു അന്നേരം നിങ്ങൾ വരണം.
പാർട്ടിക്ക് മീറ്റിംഗ് ഉള്ളതെന്നുള്ള പ്രശ്നമില്ല. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ തലത്തിലേക്ക് പോകും. അവർ ഈ പാർട്ടിയോട് സ്നേഹം ഇല്ലാതായി വരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കമ്മിറ്റി വിളിച്ചു കൊടുത്തില്ല, എല്ലാവരും തിരക്കാം. പക്ഷെ ഒരു മണിക്കൂർ 2 മണിക്കൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി വരാനോ അല്ലെങ്കിൽ നിയോജകമണ്ഡല കമ്മിറ്റി വിളിച്ചാൽ വരാനോ നേരമില്ല. അവർ ഈ പാർട്ടിയിലേക്ക് പോകും. പാർട്ടിയിലേക്ക് പോകണം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തണമെന്നല്ല പറയുന്നത്, നടത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയെ കൂടെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, പാർട്ടിക്ക് വിജയം കൊടുക്കത്തക്ക വന്ന രീതിയിൽ പാർട്ടിക്ക് പെരുദോഷം ഉണ്ടാകുമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. അപ്പൊ ഇനിയുള്ള ഓരോ നിമിഷവും തിരിക്കുന്നവരില്ല, സ്ഥാനാർത്ഥികളായി തിരിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു, സ്ഥാനാർത്ഥികളെ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. അപ്പൊ നമ്മുടെ നേതാക്കന്മാർക്ക് ഓരോരുത്തരെയും നിശ്ചയിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന സമയങ്ങളാണ്. അപ്പൊ ഈ വലിയ വിലയേറിയ സമയം നമ്മൾ മുൻനിർത്തി മുന്നോട്ട് പ്രവർത്തിക്കണം. അതിന് കലാചിന്തയുണ്ട്, എല്ലാവരും ചേച്ചിയുണ്ട്, വ്യക്തിയുണ്ട്, ഇവരെല്ലാം നമ്മുടെ അധ്യക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് നമ്മുടെ പാർട്ടിയെ വിജയമാക്കി തീർക്കണം. പിന്നെ കൂടുതലൊന്നും പറയല്ല. ഒപ്പസാർ വരും എന്നാ പറഞ്ഞത്. ഒപ്പസാറിന് എന്തെങ്കിലും സാഹചര്യക്കുറവ് ഉണ്ടായിരിക്കും. സാറുണ്ടായിരുന്ന ചൂട് കൂടുതലായിട്ട് നിങ്ങൾ വിശദീകരിക്കുകയും ക്ലാസ്സുകൾ നൽകുകയും ചെയ്തേനെ. അപ്പോൾ നമുക്ക് ഈ വിലയേറിയ സമയം നമുക്ക് മുന്നോട്ട് പോയി നല്ലൊരു വിജയത്തിൽ എത്തിക്കാൻ നിങ്ങളെല്ലാം സർവീസിന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വനിതാ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് നേതാവ് ജനപ്രതിനിധികളെ, വനിതാ കോൺഗ്രസിന്റെ ബഹുമാന്യരായ നേതാക്കളെ, മൂന്നൂർ മണ്ഡലം പ്രസിഡന്റിലേക്കുള്ള തൈതസ്യകരണം പ്രിയമുള്ളവരെ, നമ്മള് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് നമ്മളെല്ലാം ആയിരിക്കുക. ഇന്നലെ വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള ഹിയറിംഗിനുള്ള സമയമുണ്ടായിരുന്നു. നമ്മളെല്ലാം നമ്മുടെ വാർഡുകളിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കമ്മിറ്റി ഇന്നത്തെ മാറ്റിയത്. എന്താണെങ്കിലും ബഹുമാനായ പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി സാറ് വളരെ താല്പര്യത്തോടുകൂടി വനിതാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത് വനിതാ കോൺഗ്രസിനാണ്. ആ നിലയിൽ നമ്മുടെ വനിതാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാവേണ്ടത്, ഓരോ മണ്ഡലത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, കരൂർ പഞ്ചായത്തില് എത്ര സീറ്റ് ആരെങ്കിലും 17 സീറ്റിന് 3 സീറ്റുകൾ പട്ടികജാതി സംവരണമാണ്. പോയിട്ട് വരുന്ന 14 സീറ്റിൽ 8 സീറ്റ് എന്ന് പറയുന്നത് വനിതകൾക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ജനറൽ വിഭാഗത്തില് പുരുഷന്മാർക്ക് മത്സരിക്കാനുള്ളത് കേവലം 6 സീറ്റുകൾ മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യതയുള്ളത് എന്ന് പറയുന്നത് വനിതാ കോൺഗ്രസിനാണ്. ആ നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാൻ പുതിയ വന്ന ശേഷം നമ്മള് പാലായിൽ ഒരു കൺവെൻഷൻ ചേർന്നിരുന്നു. ഇപ്പൊ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേരള യൂത്ത് ഫ്രണ്ട് പാലായിൽ ഒരു വലിയ പ്രകടനം നടത്തിയിട്ടുണ്ട്. 3000-ഓളം ആളുകൾ, യുവജനങ്ങളും അതുപോലെ തന്നെ പാർട്ടിക്കാരും എല്ലാം അണിനിരന്നുകൊണ്ട് പാലായിൽ കേരള കോൺഗ്രസിന്റെ ശക്തി ഒരു വലിയ പ്രകടനം നമ്മൾ പാലായിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വനിതകളുടെ ശക്തി പാലായിൽ കേരള കോൺഗ്രസിന്റെ കൂടെയാണ്. പാലായിലെ ഒന്നാമത്തെ വനിതാ സംഘടന കേരള വനിതാ കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് തെളിയിക്കത്തക്ക വിധത്തിലുള്ള ഒരു ശക്തി പ്രകടനം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ തെരഞ്ഞെടുപ്പുള്ള പുതിയ കമ്മിറ്റി, ആ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇടയ്ക്ക് നമ്മളെ സംബന്ധിച്ച് ഇനി കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ പാർട്ടി ചെയർമാന്റെ നിയോജകമണ്ഡലമാണ്. പാലായിലുള്ള പ്രതിനിധികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജനപ്രതിനിധികളാക്കിയത് ഈ പാർട്ടിയാണ്. ഈ പാർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ജനപ്രതിനിധികളാവാൻ, ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുവാൻ, അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുവാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുക. എന്താണെങ്കിലും നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടി 1964 മുതൽ ബഹുമാന്യനായ കെ എം മാണി സാറ്
തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച പാല, ആ പാലായിൽ നമുക്ക് ഒത്തിരിയേറെ നേരിട്ടുള്ള ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുവിൽ പറഞ്ഞാൽ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡുകളാണ് ആണെങ്കിലും പാലങ്ങളാണെങ്കിലും കുടിവെള്ള പദ്ധതികളാണെങ്കിലും ഏത് പദ്ധതികൾ ഏത് വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും KM മാണി സാറിന്റെ ഒരു കയ്യൊപ്പ് പതിയാത്ത ഒരു വികസന പ്രവർത്തനവും പാലായിൽ നടന്നിട്ടില്ല. ഇപ്പോൾ പാലായിലെ മാണി സാറിന്റെ ശേഷം കഴിഞ്ഞ 6 വർഷക്കാലമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു വാർത്ത, സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കണം. കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ്, അതായത് ജോസ് കെ മാണിയെ കുറ്റം പറയാൻ കേരള കോൺഗ്രസിന്റെ ചെയർമാനായ ബഹുമാന്യനായ ജോസ് കെ മാണി സാറിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഓരോ വികസനം, കളരിയാമക്കൽ പാലമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബൈപ്പാസ് ആണെങ്കിലും നമ്മുടെ റിവർ വ്യൂ റോഡിന്റെ എക്സ്റ്റൻഷൻ ആണെങ്കിലും ഇതിലൊക്കെ മാണി സാറിന്റെ ബജറ്റിലൂടെ കൊണ്ടുവന്നു. ആ പദ്ധതികളൊക്കെ ഇന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ഇവിടെ കഴിഞ്ഞ ബജറ്റ് നിങ്ങൾ നിയമസഭാ രേഖകൾ പരിശോധിക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ച ദിവസം നിയമസഭയിൽ പോലും MLA ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം നിയമസഭയിൽ പോയിട്ടില്ല. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കിട്ടിയ സമയം ഇവിടെ അടുത്തുള്ള ഒരു MLAക്ക് അദ്ദേഹം കൈമാറുകയാണ്. കാരണം എന്താ, അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ പാലായുടെ ഒരു ആവശ്യം ഉന്നയിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതാണോ അദ്ദേഹത്തിന് അറിവില്ലാത്തതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുക. കഴിഞ്ഞ 6 വർഷക്കാലത്തെ ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ പാല എന്നുള്ള ഒരു പേര് ബജറ്റിൽ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ മാണി സാറിന്റെ ബജറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആളുകൾ ആക്ഷേപിച്ചു അത് പാലാ ബജറ്റാണ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ ബഹളം ഉണ്ടാക്കിയത് നമുക്ക്. പക്ഷെ അപ്പോൾ മാണി സാർ പറഞ്ഞു, ഞാൻ പാലായുടെ ജനപ്രതിനിധിയാണ്, പാല എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞ ആളാണ് പ്രിയപ്പെട്ട ജോസ് കെ മാണി സാർ, പ്രിയപ്പെട്ട മാണി സാർ. അതേ പാതയിൽ തന്നെയാണ് പാർട്ടിയുടെ ബഹുമാന്യനായ ചെയർമാൻ ജോസ് കെ മാണി സാർ ഇന്ന് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുക. നമുക്കറിയാം ഇവിടെ വലിയ വികസനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നമ്മുടെ IIITയും അതുപോലെ തന്നെ നമ്മുടെ സയൻസ് സിറ്റിയും അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് മുത്തോലിയിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. അതിന് 35 കോടി രൂപ വീണ്ടും അനുവദിച്ചിരിക്കുന്നു. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് വലിയ വികസന സ്വപ്നത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി സാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക, അദ്ദേഹത്തെ വിജയിപ്പിക്കുക, അദ്ദേഹത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി നമ്മൾ നിന്നുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അതിനെ ഒരു നാന്ദി കുറിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. നമ്മളൊക്കെ നമ്മുടെ ഇലക്ഷൻ, നമ്മുടെ വാർഡ് നമുക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മളൊക്കെ വോട്ടർ പട്ടികയിൽ 50, 60, 80, 120 വോട്ടും 200 വോട്ട് വരെ ചേർത്ത ആളുകളെ ഇരിക്കും. നമ്മൾ ഇപ്പോൾ അതിന്റെ ഹിയറിംഗിന് വേണ്ടി നമ്മുടെ ആളുകളെ സ്വന്തം വണ്ടിയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വണ്ടിയിലും പഞ്ചായത്തിൽ കൊണ്ടുപോകുന്നു. അവരുടെ രേഖകളില്ലെങ്കിൽ ആ രേഖകൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ഓൺലൈനിൽ വാട്സപ്പിൽ വീഡിയോ കോൾ വിളിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ കൊടുക്കുന്നു. ആ ഒരു താല്പര്യം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പിൽ ചാഴികാടൻ സാർ മത്സരിച്ചപ്പോഴും അതുപോലെ ജോസ് കെ മാണി സാർ മത്സരിക്കുമ്പോഴും നമ്മൾ കാണിക്കുന്നില്ല എന്നുള്ളത് തികച്ചും നമ്മുടെ ഒരു കുറവായിട്ട് തന്നെ നമ്മൾ കാണും. നമുക്ക് നമ്മുടെ നേതാവ്, പാർട്ടി നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടി നിലനിൽക്കുകയുള്ളൂ. ആ നിലയിൽ നമുക്ക് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് 2 മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും നമുക്ക് വനിതാ ജനപ്രതിനിധികൾ വിജയിക്കണം. എല്ലാ വനിതകൾക്കും അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് സഹകരണ സ്ഥാപനങ്ങളിലാണെങ്കിലും ഇപ്പോൾ 3 പേരുണ്ട്. നമ്മുടെ പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റി അതുപോലെ തന്നെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളിലും നമുക്ക് സീറ്റുകളുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ സീറ്റുകളുണ്ട്. ആ നിലയിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം. ജില്ലാ പ്രസിഡന്റും നിയോജക മണ്ഡല പ്രസിഡന്റും അതുപോലെ തന്നെ ഇവിടെ പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ ഒത്തിരി ആളുകളുടെയുണ്ട്. നമ്മുടെ മുൻ മുനിസിപ്പൽ ചെയർമാൻമാര് ഷാജുണ്ട്, ലീനാസമ്മയുണ്ട്, അതുപോലെ വിജി ജോർജ്, 3 മുൻ മുനിസിപ്പൽ ചെയർമാൻമാര് വനിതകളുടെ നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ്, കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന സെന്റി ജോർജുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിരവധി തവണ പ്രസിഡന്റായ നിർമ്മലാജിക്കുണ്ട്. നമുക്ക് നേതൃപരമായ യാതൊരു കുറവുകളും മാറായില്ല. നേതൃത്വമുണ്ട്. നമ്മുടെ ആളുകളെ വിളിച്ചാൽ വരും എന്നുള്ളത് നമുക്ക് വ്യക്തമായി. കാരണം നമ്മുടെ യൂത്ത് ഫ്രണ്ടിന്റെ സമ്മേളനം, യൂത്ത് ഫ്രണ്ട് ഇത്രയും പോലും ആളുകൾ ഇല്ലായിരുന്ന കമ്മിറ്റിയിൽ നിന്നാണ് തുടങ്ങിയത്. നമ്മൾ അതില് അവരെ 3000-ലേക്ക് എത്തിക്കാനായിട്ട് 1 മാസം കൊണ്ട് നമുക്ക് സാധിക്കും. ആ നിലയിൽ നോക്കുമ്പോൾ വനിതാ കോൺഗ്രസിന്റെ ധാരാളം നേതാക്കന്മാർ ഇവിടെയുണ്ട്.
നമ്മുടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുഴുവൻ ഇതിന്റെ നേതാക്കന്മാരാണ്. അപ്പൊ നമുക്ക് അവരെല്ലാം കൂട്ടിക്കൊണ്ട് നമ്മുടെ വാർഡുകളിൽ, നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് നമ്മുടെ കൂടെ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള ജനപ്രതിനിധികളെയും സഹകരണ സ്ഥാപനങ്ങളിലുള്ള ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം പരിശോധിച്ചാൽ നമ്മുടെ ഈ വീടുകളിൽ വരുന്ന ആശാ വർക്കർമാർ നമ്മൾ കഴിഞ്ഞ തവണ എനിക്കൊന്ന് 674 വനിതാ ആശാ വർക്കർമാര് ത്രിതല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ, അപ്പൊ ആശാ പ്രവർത്തകരൊക്കെ മത്സരിക്കാൻ സാധ്യതകളുണ്ട്. നമുക്ക് ശക്തിയില്ലാത്ത വാർഡുകളിൽ നമുക്ക് ആ ആശാ പ്രവർത്തകരെ നമ്മളോടൊപ്പം ആക്കാൻ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ മത്സരിപ്പിക്കാവുന്ന വിധത്തിലേക്ക് പാർട്ടി നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് വനിതാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്താണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ട് അഭിവാദ്യങ്ങൾ നേരിടും. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് സാറിനോട് എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. സാറിന് ഒരു അസൗകര്യം മുഴുവൻ സാരത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വനിതാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പാലായിൽ ആദ്യമായിട്ട് എത്തുന്നതാണ്. പ്രത്യേകമായിട്ട് സ്വാഗതം പറയുന്നു. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂട്ടായിട്ട് പോകണം. നമ്മുടെ നേതാക്കന്മാർ, നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നവർ ഈ പാർട്ടിയുടെ വനിതാ സംഘടന നേതാക്കന്മാരാണ്. അപ്പൊ പ്രവർത്തകരാരുമല്ല, നമ്മുടെ നേതാക്കന്മാർ മാത്രമാണ് ഇവിടെ വിളിച്ചിരിക്കുക. നമ്മുടെ രാജൻ തൊടുകയുടെ നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് സ്റ്റിയറിംഗ് കമ്മിറ്റി രാജൻ തൊടുകയുടെ ഭാര്യ സഹിതം കൂടെ എലിപ്പുറത്തെ പഞ്ചായത്തിൽ കൂടെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശക്തിപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരെ എല്ലാം പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് പാലായിൽ വലിയ അത്ഭുതങ്ങൾ, മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. ആ നിലയിൽ നമുക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. പാർട്ടി നിയോജക മണ്ഡല കമ്മിറ്റി നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട എല്ലാ വനിതാ നേതാക്കന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നേതാക്കന്മാരായ ജോർജ്, ജിജി ജോജോ, പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റ് ബിജു പാലിക്കുളവൻ, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പ്രസിഡന്റ് ചാർജുള്ള സണ്ണി മാത്യു, മായ പ്രതിഭ സെക്രട്ടറി, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലിസി ജെസ്സി ജോർജ് അടക്കം ബഹുമാന്യരായ ജനപ്രതിനിധികൾ, നമ്മുടെ എല്ലാവരും സീനിയർ ആൾക്കാരാണ്. പേര് പറയാൻ പോയ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേര് പറഞ്ഞു. കാരണം എല്ലാവരും സീനിയർ വനിതകളാണ്. ജനപ്രതിനിധികളെ ചേർന്നിരിക്കുന്ന സഹോദരിമാരെ, അതുപോലെ മുതലിൽ വനിതകളൊക്കെ ആയിട്ട് നമ്മുടെ നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള സാഹചര്യവും ഈ മുമ്പോട്ടുള്ള നമ്മുടെ പ്രവർത്തനം എപ്രകാരമായിരിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ വനിതാ കോൺഗ്രസ് മുമ്പോട്ട് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പിറകോട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മുടെ വനിതാ കോൺഗ്രസിന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വനിതാ MLA സരസ്വതി അമ്മ ആയിരുന്നു. അതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി ജന്മമെടുത്തതിനു ശേഷം ഏറ്റവും ആദ്യമുണ്ടായ പോഷക സംഘടന KSC ആണ്. യൂത്ത് ഫണ്ട് പോലും ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ ഒരു വനിതാ നമ്മുടെ പോഷക സംഘടനയാണ് വനിതാ കോൺഗ്രസ്. നമ്മുടെ ആദരണീയനായ പാർട്ടിയുടെ മുൻ ചെയർമാനും നമ്മുടെ മന്ത്രിയും ഒക്കെ ആയിരുന്ന മാൻസാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോയ ഒരു പോഷക സംഘടനയായിരുന്നു വനിതാ കോൺഗ്രസ് എം, കേരള വനിതാ കോൺഗ്രസ് എം. പക്ഷേ അത് ഒരുപാട് പുറകോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ 33%, പിന്നെ 50% അതോടുകൂടി നമുക്ക് ഇപ്പോൾ കരുത്തുറ്റ ഒരു വനിതാ നേതൃത്വം നമ്മുടെ മുന്നിലുണ്ട്. ജോലി സാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തന്നെ വേദിയിലും സദസ്സിലും
ആഘോഷത്തിലായിരിക്കുന്ന വനിതകളെ നോക്കിയാൽ എല്ലാവരും നേതാക്കന്മാരാണ്, കരുത്തുറ്റ വനിതകളാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരേ മനസ്സോടുകൂടി പാലായിൽ പോയാൽ പാലായിൽ മറ്റേതൊരു പോഷക സംഘടനയെക്കാളും വലിയ രീതിയിൽ പ്രവർത്തിക്കുവാനും വലിയ സമ്മേളനങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ഇതിനു മുമ്പ് പാലായിൽ ഞാൻ ഓർക്കുന്നത് മാനസാറുണ്ടായിരുന്നപ്പോൾ നമ്മൾ വനിതകളുടെ അതിഗംഭീരമായ റാലി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇനിയും അതിനൊക്കെ സാധിക്കും. നമ്മുടെ ഈ തദ്ദേശ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ നമുക്ക് പാലാ നിയോജക മണ്ഡലത്തിൽ വനിതാ കോൺഗ്രസിന്റെ അതിഗംഭീരമായ ഒരു റാലിയും ഒരു പൊതുസമ്മേളനവും നമുക്ക് നടത്തണം. അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജന്മദിനം ഈ മാസം 24-ാം തീയതിയാണ്. ഇപ്പൊ 24-ാം തീയതി ജന്മദിനം നന്നായിട്ടൊന്ന് ആഘോഷിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് എല്ലാ നിയോജക മണ്ഡല കമ്മിറ്റിയും നമ്മൾ വിളിക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഇതിന് ശേഷം കടുത്തുരുത്തിയിലും അതിനുശേഷം ഏറ്റുമാനൂരും നമ്മൾ നിയോജക മണ്ഡല കമ്മിറ്റിയിൽ കൂടുന്നുണ്ട്. അതിനുശേഷം ബാക്കി എല്ലായിടത്തും നിയോജക മണ്ഡല കമ്മിറ്റി കൂടിയിട്ട് ഈ മാസം 30-ന് മുൻപായിട്ട് നമ്മുടെ ജന്മദിന സമ്മേളനം അതിഗംഭീരമായിട്ട് കോട്ടയത്ത് വിളിച്ചു കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അന്ന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞു സാധ്യത തൊഴിലിയുടെ കാര്യം അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പല നേതാക്കന്മാരും നമ്മൾ സജീവമായിട്ട് വനിതാ കോൺഗ്രസ് മുമ്പോട്ട് പോയ പല നേതാക്കന്മാരും അവരുടെ ഭാര്യമാരെയൊക്കെ നമ്മുടെ കൂടെ വനിതാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ വിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകണം. നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നിർദ്ദേശം അനുസരിച്ച് യൂത്ത് ഫണ്ട് അതിഗംഭീരമായ റാലിയും പൊതുസമ്മേളനവും പാലായിൽ നടത്തി. നമ്മുടെ ഇവിടെയുള്ള ഈ നേതാക്കന്മാരൊക്കെ യൂത്ത് ഫണ്ടിനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അതിശക്തമായ രീതിയിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച് അത് ഗംഭീര വിജയമാക്കി തരും. നമുക്കും അതുപോലെ നമ്മളൊരു നല്ല നിയോജക മണ്ഡല സമ്മേളനത്തിന് അല്ലെങ്കിൽ ജില്ലാ സമ്മേളനത്തിന് നമ്മൾ പ്ലാൻ ചെയ്ത് അതുമായി മുന്നോട്ട് പോയാൽ പാർട്ടിയുടെ നേതാക്കന്മാർ നിയോജക മണ്ഡല പ്രസിഡന്റ് അടക്കം ഇവിടെ ഇരിക്കുന്ന എല്ലാ നേതാക്കന്മാരും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ആ വനിതാ സമ്മേളനം അതിഗംഭീരമായി വിജയിപ്പിക്കുന്നതിനുള്ള ആ ശ്രമങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കൊക്കെ അറിയാം നമ്മൾ വനിതകൾക്കാണ് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓരോ വീടുകളിലേക്കും കയറി ചെന്ന് ആണുങ്ങളെ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്നതും വോട്ട് മേടിക്കാൻ പറ്റുന്നതും വനിതകൾക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ പല മീറ്റിങ്ങുകളിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കൂടുതൽ വനിതാ ജനപ്രതിനിധികളാണ് കേരള കോൺഗ്രസ് എമ്മിലുള്ളത്. വരും കാലഘട്ടങ്ങളിലും വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ തരാനും വനിതാ കോൺഗ്രസിനെ വനിതകളെ ജനപ്രതിനിധികളാക്കുന്നതിൽ പാർട്ടി ചെയർമാൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യം ജോസ് കെ മാണി പല മീറ്റിങ്ങുകളിൽ സൂചിപ്പിക്കുന്നു. കോട്ടയത്ത് നടന്ന ജില്ലാ മീറ്റിംഗിൽ വനിതകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നിയോജക മണ്ഡലത്തിലും അടിയന്തരമായിട്ട് വന്നിച്ചു കൂടാനും ആ നിയോജക മണ്ഡല സമ്മേളനം വിജയിപ്പിച്ചതിന് ശേഷം നമുക്ക് ജില്ലാ തലത്തിൽ ഈ മാസം 30-ന് മുമ്പായിട്ട് തന്നെ ഒരു ഗംഭീര മീറ്റിംഗ് ചെയർമാന്റെ സാന്നിധ്യത്തിൽ വിളിച്ചു കൂടുവാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡേറ്റ് നിങ്ങളെ എല്ലാവരെയും പിന്നീട് അറിയിക്കും. ഇന്ന് തന്നെ ഈ മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു 90% ആളുകളെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-30 പേരെയെങ്കിലും നേരിട്ട് വിളിച്ചവരെ വരാത്തവരുണ്ട്. എങ്കിലും നമുക്ക് അഭിമാനിക്കാം. ഇതിനു മുൻപൊക്കെ മീറ്റിംഗ് വിളിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് 2 പഞ്ചായത്ത് മീനച്ചിൽ പഞ്ചായത്തിലും തലനാട് പഞ്ചായത്തിലും ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തിൽ നിന്നും പ്രാതിനിധ്യം ഇവിടെയുണ്ട്. 2 പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികളെ വരാത്തുള്ളൂ. അവരെ ഞാൻ നേരിട്ട് വിളിച്ചതാണ്. പക്ഷെ നമുക്ക് വരും മീറ്റിങ്ങുകളിൽ നമുക്ക് അത്തരത്തിൽ വരാത്ത ആളുകളെയും നമുക്ക് വിളിച്ച് സമ്മേളനത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. നമുക്ക് മീനച്ചിൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ തന്നെ നമുക്ക് 3-4 പേരുണ്ട്. അതുപോലെ തലനാട് പഞ്ചായത്തിലെ നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് വത്സമ ഗോപിനാഥ് എല്ലാ മീറ്റിങ്ങുകളിലും വരുന്നതാണ്. പക്ഷെ ഇന്ന് പുള്ളിക്കാരത്തേക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് പലോ സംശയമാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാം. നമ്മൾ പാലായിൽ ഇപ്പം നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലായിൽ ഒരു MLA ഇല്ലാത്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇന്ന് പ്രസ്താവനകൾ കൊണ്ട് മാത്രമായിട്ട് പാലാ നിയോജക മണ്ഡലം മാറിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു നിയോജക മണ്ഡലം പാലായിരുന്നു. എന്നും മറ്റ് MLA മാര് പാലാ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് അസൂയപ്പെട്ടിട്ടുള്ള
ഉള്ള ആളുകളാണ്. ഇന്ന് ഇവിടുത്തെ പാലാ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ പിറകോട്ടുള്ള പോക്ക് നോക്കി എല്ലാവരും അത്ഭുതത്തോടു കൂടി പറയുന്നത് എങ്ങനെയാണ് പാലാ നിയോജക മണ്ഡലം ഇത്രയും പിറകോട്ട് പോയതെന്ന്. നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു MLA ഇല്ലാതെ പോയതിന്റെ ഫലം നമ്മുടെ ചെയർമാൻ പാലായിൽ നിന്ന് മത്സരിച്ച് MLA ആയിരുന്നെങ്കിൽ മന്ത്രിയാവുമായിരുന്നു. പാലായിലേക്ക് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, MP എന്ന നിലയിൽ ഇതുവരെ നമ്മൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ നമ്മുടെ പല MPമാരും കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനം ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കറിയാം, MPമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ MLAമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന MP ഫണ്ടും MLA ഫണ്ടും അവരുടെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത് അത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ചെയർമാൻ ലോക്സഭാ അംഗമായിരുന്നപ്പോഴും രാജ്യസഭാ അംഗമായിരുന്നപ്പോഴും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ പാലായിൽ തന്നെ നമുക്കറിയാം, വലപൂര് ട്രിപ്പിൾ ഏതാണ്ട് 12,500 3000-ഓളം കുട്ടികൾ പല സ്റ്റേറ്റിൽ നിന്ന് പാലായിലേക്ക് വന്ന് പാലാ ട്രിപ്പിൾ അവിടെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതുകൊണ്ട് പാലായിക്കും പരിസര പ്രദേശത്തും കിട്ടുന്ന ഗുണം എത്രയോ വലുതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, IIT, ഹോട്ടൽ മാനേജ്മെന്റ്, ഏകലവ്യ സ്കൂള്, കുറവലങ്ങാട് സയൻസ് സിറ്റി, കുറവലങ്ങാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റി നമ്മുടെ ചെയർമാൻ ജോസ് കെ മാണി അവിടെ ആ സയൻസ് സിറ്റി കൊണ്ടുവന്നപ്പോൾ, അതുപോലെ നമുക്കറിയാം, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് അടക്കം എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോട്ടയത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നമ്മുടെ ചെയർമാന് സാധിച്ചു എങ്കിൽ, MP ആയിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും സാധിക്കുന്നു എങ്കിൽ മുന്നോട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് പാലാ നിയോജക മണ്ഡലത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു MLA ഉണ്ടാവണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് സ്ത്രീകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് 50% നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ സംവരണമായതോടുകൂടി 50 മുകളിലേക്ക് വന്ന് ഏതാണ്ട് ഒരു 55%-ഓളം ഈ സ്ത്രീകൾ ജനപ്രതിനിധികളായിട്ടുണ്ട്. അതുപോലെ സഹകരണ ബാങ്കുകളിൽ 3-ൽ നിന്ന് ഏതാണ്ട് 3-ഓളം വനിതകൾ, പിന്നെ നമ്മുടെ ഫിലിം സൊസൈറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളിലൊക്കെ വനിതകളുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ളത് വനിതകളാണ്. നമുക്ക് വനിതകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബലമായിരിക്കും. അതോടൊപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അടുത്ത പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിലും അതല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലൊക്കെ ജനപ്രതിനിധികളായിട്ട് വരുന്ന ആളുകളാണ്. അപ്പം നമ്മൾ ജനപ്രതിനിധികളായിട്ട് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയ ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിനെ ഇവിടെ പോയി. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വനിതകൾക്ക് ഒരുപാട് മേഖലകളുണ്ട് പ്രവർത്തിക്കാൻ. ഇവിടെ നമ്മുടെ വനിതാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഡാനി ഒക്കെ സൂചിപ്പിച്ചു, ഇന്ന് വനിതകൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ കുറിച്ച്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സിസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ വൈദികര്, അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെയൊക്കെ പ്രദേശത്തുള്ള വനിതകളൊക്കെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്താൻ നമുക്കറിയാം, ഇന്ന് ആ സിസ്റ്റേഴ്സിനും വൈദികർക്കൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ഇന്ന് ഉണ്ടായിരുന്ന പ്രോഗ്രാമുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ നിന്ന് ശക്തമായ നിലപാടെടുത്തു. ജോൺ ബ്രിട്ടാസും അതുപോലെ ജോസ് കെ മാണി സാറും ഒക്കെ ശക്തമായ നിലപാടെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിലെ കണ്ണു തുറക്കുവാനും അവർക്ക് ജാമ്യം കിട്ടുവാനും ഒക്കെയുള്ള ഇടം വന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ സംഘടന ശക്തമാകണം. നമ്മുടെ ജസ്റ്റ് ഒരു ഫോൺ കോള് മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചു പറഞ്ഞാൽ മണ്ഡല പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അതാത് മണ്ഡലങ്ങളിലുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം വനിതാ കോൺഗ്രസിന്റെ ഭാരവാഹികളും ഇവിടെ എത്തിച്ചേരുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡല പ്രസിഡന്റും എസ് ബേബിയും വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ്. അതുപോലെ ജില്ലാ പ്രസിഡന്റ്, പിന്നെ നമുക്കറിയാം വനിതാ നേതൃത്വം എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഇനി മുൻപോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. എല്ലാ നിയോജക മണ്ഡല കമ്മിറ്റിയിലും
ജില്ലാ പ്രസിഡന്റ് പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു. എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെ ഡേറ്റ് ഇപ്പോൾ ഇടപെടുന്നത് നമുക്ക് മുഴുവൻ മണ്ഡലം കമ്മിറ്റിയുടെയും ഡേറ്റ് ഇട്ട് മണ്ഡലം കമ്മിറ്റികൾ കൂടണം. ഇതിനു മുൻപ് പാലായിൽ കൂടിയ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് നമ്മുടെ പാലാ നിയോജക മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ഡേറ്റ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അതുപോലെ ലിസി ബേബി ഡിജിറ്റൽ ബില്ലുണ്ട്, വനിതാ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ അതുപോലെ നമ്മുടെ നിയോജക സെക്രട്ടറി അടക്കം ഞങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളിലും കൂടിയും പോയ മണ്ഡലങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് നല്ല സമയം സാധിച്ചു. അതേപോലെ ഇനി നമുക്ക് താഴേക്ക് ഇത്തരത്തിൽ നമുക്ക് പോകുവാനും മീറ്റിങ്ങുകൾ വെക്കുവാനും വനിതകളെ സംഘടിപ്പിക്കുവാനും സാധിക്കണം. അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം എന്ന് വളരെ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനും ഡാനിയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങളൊന്ന് പോവുകയാണ്. എല്ലാ മണ്ഡല നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിസിയും അതുപോലെ സെക്രട്ടറി ഉണ്ട്, മറ്റൊരു നേതാക്കന്മാരുണ്ട്. എല്ലാ മണ്ഡല കമ്മിറ്റിയുടെയും ഡേറ്റ് ഇടണം. അതിനുശേഷം നമുക്ക് ജില്ലാതല സമ്മേളനം എന്നാണെന്നുള്ള അറിയിക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇന്ന് വരാത്ത നമ്മുടെ സഹോദരിമാരുടെ ജനപ്രതിനിധികളെ പാർട്ടി ഭാരവാഹികളെ കൂട്ടി നമുക്ക് ആ വിഷയം ഗംഭീരമാക്കണം. എല്ലാവരുടെയും ആത്മാർത്ഥമായ അതോടൊപ്പം പാർട്ടിയുടെ നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് ചേർക്കുന്നതിനെ തിയറിൽ നടത്തുന്നതുകൊണ്ട് കഴിഞ്ഞ കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിലും പല വനിതകൾക്കും പങ്കെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഇനി മുൻപോട്ട് ഇനി അടുത്ത സമ്മേളനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ എല്ലാ വനിതകളും പങ്കെടുക്കുന്നതും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വനിതകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ വനിതകളെ കൊണ്ടുവരുന്നതിന് മുൻകൈയെടുത്ത നമ്മുടെ വനിതകളെ പാർട്ടി നേതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നെത്തിയ നമ്മുടെ സാധ്യത നോക്കിയുടെ വഴിപ്പടക്കം ഇവിടെ എത്തിച്ചേർന്നു. വരും മീറ്റിങ്ങുകളിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെ ഒക്കെ പറ്റുന്നത് നമ്മുടെ ഇറക്കാൻ വളർത്തണം. നമുക്കൊരു നല്ല പോഷക സംഘടനയായി കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഞാൻ ഒക്കെയാണ്. പാലായിൽ നിന്ന് ഒരു ബസ്സിന് വനിതകളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് അതിഗംഭീരമായ സംസ്ഥാന സമ്മേളനം നടത്തിയ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഞങ്ങളൊക്കെ എസ്സിന് ആളുകളെ കൊണ്ടുപോകുന്നത് അത്തരത്തിലേക്ക് നമുക്ക് സംഘടിപ്പിച്ച് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വനിതകളെയും അഭിനന്ദിക്കുന്നു. വരാത്തവര് വന്നവരോട് വരാത്തവരെ കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല. കാരണം നമുക്കറിയാം ഇത്രയും കഷ്ടപ്പെട്ട് ഭക്തി പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഈ സമ്മേളനം വിജയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ വനിതകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇനിയും മുൻപോട്ട് നമുക്ക് ഒത്തുചേർന്ന് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാർത്ത ഉപസംഹരിക്കുന്നു. നന്ദി. മണ്ഡലം കമ്മിറ്റി പോകുന്നത് അറിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ നേതാക്കന്മാരില്ലേ, മണ്ഡലം പ്രസിഡന്റുമാർ സെക്രട്ടറിമാരും ആലോചിച്ച് ആ മണ്ഡലം വിളിച്ചു കൂട്ടണം. ഇല്ലാത്ത സ്ഥലത്ത് 2-3 സ്ഥലത്തു നിന്ന് ആൾക്കാർ വരാറുണ്ട്, രണ്ട് സ്ഥലത്ത് നിന്ന് വരാറുണ്ട്. അപ്പോൾ അവരെ കൂടെ സംഘടിപ്പിച്ച് ഈ മണ്ഡലം കമ്മിറ്റി കൂടി അതിൻ്റെ റിപ്പോർട്ടുകൾ ഒന്ന് തരണം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഉത്സാഹിക്കണം വരാത്തവരെ കൊണ്ടുവരാനും നിങ്ങളെ പറയാനും. ഇനി അടുത്തത് വനിതാ കോൺഗ്രസിന്റെ ചാർജുള്ള സന്ധി മാത്യു സംസാരിക്കും. അതിനുശേഷം സന്ധി ചേട്ടനും ഞാനും ഡാനികളും കൂടി ഞങ്ങൾ കടുത്തുരുത്തിക്ക് പോകും. അതിനുശേഷം ബാക്കി ഡേറ്റിട്ട് ജില്ലാ കമ്മിറ്റി വിളിക്കുമ്പോൾ ഞങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആളുടെ എണ്ണം കുറവായതുകൊണ്ട് അപ്പോൾ നമ്മൾ നല്ല മുന്നെടുപ്പുകൾ നടത്തിയാലുള്ള ഭൂമിയായിട്ട് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങളെല്ലാം ഈ മണ്ഡലത്തിലുള്ള യോഗങ്ങളുടെ ഡേറ്റുകൾ തീരുമാനിക്കുകയും ഇതിനായിട്ട് നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചതിൻ്റെ 4 വർഷം പ്രവർത്തിച്ചതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതിന് നടത്തുന്ന എല്ലാ പഞ്ചായത്ത് കുറേ തെരഞ്ഞെടുപ്പുകളാണ് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി കൊടുക്കണം എന്ന് മാത്രം
ഞാൻ ശ്രദ്ധിച്ചു പലരും ഇങ്ങനെ പറഞ്ഞ കാര്യത്തിൽ വീണ്ടും പറഞ്ഞു പോകുമ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ ഒരു കാര്യം പ്രസക്തിയില്ല. ഇവിടെ ആദ്യം പഠിപ്പിക്കുന്നതാണ് ജില്ലാ പഞ്ചായത്തിൽ വരുമ്പോൾ നിങ്ങൾ 40% സമ്മതമാണെങ്കിൽ 60% സമ്മതമായിട്ട് മാറുന്ന കാലഘട്ടമാണുള്ളത്. അവർ പുരുഷന്മാരെക്കാരും ഇന്ന് സമൂഹത്തിൽ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ച ഉള്ളതുകൊണ്ട് അതുപോലെ നമുക്ക് ജനപാട് പോലും സ്ത്രീകളുടെ സാഹചര്യം എന്നത് ഒരുപക്ഷെ സ്ത്രീകൾക്ക് നിൽക്കുന്നത് അത്യാഗ്രഹം കൊണ്ടല്ല, പക്ഷേ ആ നമ്മുടെ ജയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീ നിന്നാലായിരിക്കും ആ വാർഡിൽ നിന്ന് ജയിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ തീർച്ചയായിട്ടും നമ്മുടെ അതുപോലെ സ്ത്രീകൾക്ക് സംബന്ധിച്ച് ഈ പാർട്ടിയുടെ പരിപാടികൾ വരുമ്പോൾ കൗൺസിലർമാർക്കാണെങ്കിലും ജനപ്രതിനിധികൾക്കാണെങ്കിലും ഇത് കഴിഞ്ഞ പാർട്ടിയുടെ പരിപാടി വരുമ്പോൾ വലിയ അട്രാക്ഷൻ ആർക്കില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു അട്രാക്ഷൻ ഇല്ല, കാരണം അവിടെ ഒരു വലിയ അംഗീകാരം കിട്ടുന്നില്ല. ഒരു മീറ്റിങ്ങുകളോ പൊതുയോഗങ്ങളോ ഉദ്ഘാടനങ്ങളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാര്യം കൊടുത്ത് അവർ ഒരു പരിഗണന പാർട്ടിയുടെ മീറ്റിംഗ് വരുമ്പോൾ താല്പര്യം നിർബന്ധിച്ച് ഇവിടെ തന്നെ വന്നിരിക്കുന്നത് നിർബന്ധിച്ച് വന്നാൽ മാത്രം പറഞ്ഞല്ല നിർബന്ധിച്ച് വരുന്ന. പിന്നെ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു ജനപ്രതിയാകാതെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലുള്ള 20 വർഷം മുതൽ സ്ത്രീയെ ഒരു വീട്ടിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കാൻ ഇറങ്ങുമ്പോൾ വീട്ടിൽ ആ ആളുകൾ ഇപ്പോൾ സ്ഥാനാർത്ഥി മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ആദ്യം ഈ തുടക്കത്തിൽ ഇറങ്ങാൻ മടിയുണ്ടെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ പലപ്പോഴും പല ഭാഗം മടിയുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം അവരുടെ ഒരു ഡ്രസ്സിങ്ങും കേക്കിംഗ് ഒക്കെ കാണിക്കാനൊക്കെ ഒരു വേദി